വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമഹത്വം തനിക്ക് കാണിച്ചു തരണമെന്ന് അപേക്ഷിച്ച മോശയോട് കർത്താവ് അരുളി ചെയ്തു, നീ എൻ്റെ മുഖം കണ്ടുകൂടാ, എന്തെന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല. കർത്താവിൻ്റെ കൽപ്പന പ്രകാരം മോശ വീണ്ടും 2 കൽപ്പനകൾ ചെത്തിയെടുത്ത് സീനായ് മലയിലേക്ക് കയറിപ്പോയി. മോശ 40 പകലും 40 രാവും കർത്താവിനോടുകൂടെ അവിടെ ചിലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി. 2 സാക്ഷ്യപലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായ് മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. പുറപ്പാട് 34 അധ്യായം 28-29 തിരുവചനങ്ങൾ. മോശ ഇസ്രായേൽ സമൂഹത്തെ വിളിച്ചുകൂട്ടി 6 ദിവസം ജോലി ചെയ്ത് 7-ാം ദിവസം വിശുദ്ധ ദിനമായ ശാബത്ത് അനുഷ്ഠിക്കണമെന്നത് കർത്താവിൻ്റെ കൽപ്പനയാണെന്ന് ഓർമ്മിപ്പിച്ചു. കൂടാര നിർമ്മാണത്തിനായി കർത്താവ് മുമ്പ് കൽപ്പിച്ചതനുസരിച്ച് കാഴ്ചവസ്തുക്കൾ കൊണ്ടുവരുവാൻ മോശ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ആന്തരിക പ്രചോദനം ലഭിച്ച ഉദാരമനസ്കർ കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ചകൾ കൊണ്ടുവന്നു. അത് സമാഗമ കൂടാരത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു. കർത്താവ് മുമ്പ് അരുളി ചെയ്തതുപോലെ കൂടാര നിർമ്മാണത്തിൻ്റെ ചുമതല ഊറിയായുടെ മകൻ ബസേലിനെയാണെന്നും അവിടുന്ന് അവനിൽ ദൈവിക ചൈതന്യവും സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്നും ജനങ്ങളെ അറിയിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമീൻ.